ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ചില അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നറിയുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി, അല്ലെ? ഒരു കൂവൽ മാത്രം മതി. അതാണ് ഇവിടെ ഞാൻ ഉണ്ടാവുമെന്നറിയിക്കുവാനായി അടയിരിക്കുന്ന ചൂട് മാത്രം മതി എന്ന് പറയുന്ന പോലെ, പി പി രാമചന്ദ്രന്റെ കവിത പോലെ, അല്ലെ? നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാൻ നമ്മൾക്ക് എന്ത് ഈ കാലഘട്ടത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും? ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ഓർമ്മിക്കപ്പെടുകയില്ല. ഷുവറാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുവോ, നിങ്ങൾ എന്ത് വരച്ചു വെക്കുന്നുവോ, അത് മാത്രമാണ് ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തി പോകുന്നതെന്നുള്ളതാണ്. അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഭൂമിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുന്നൊരു ഘട്ടം വന്നിരിക്കും. അവിടെ സ്വസ്ഥമായി കണ്ണടയ്ക്കുവാൻ, സ്വസ്ഥമായി ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുവാൻ എന്തെങ്കിലും ചെയ്യുക. ചെയ്യാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നം ഒന്ന് മാത്രമായിരുന്നു: ലോകം മുഴുവൻ പിടിച്ചടക്കുക. അദ്ദേഹത്തിന്റെ ഗുരുവാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ പറയും, നീ എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ ഡയോജനിസ് എന്നൊരു മനുഷ്യനെ കാണാൻ സാധിക്കൽ കാണണം. എന്തിന് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞില്ല. ആരാണ് ഡയോജനിസ് എന്ന് പറഞ്ഞില്ല. അലക്സാണ്ടറിന്റെ സ്വപ്നം രാജ്യങ്ങൾ പിടിച്ചടക്കണം. കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. അമ്മ താമസിക്കുന്നത് 24 മണിക്കൂർ നേരം കുതിരപ്പുറത്ത് യാത്ര ചെയ്തെത്താവുന്ന ഒരു കുടിലാണ് താമസിക്കുന്നത്. ഈ അമ്മയ്ക്ക് മകനെ കാണണം. പ്രായമായ അമ്മയ്ക്ക് കുതിരപ്പുറത്ത് വേണം യാത്ര ചെയ്ത് വരുവാൻ. അമ്മയ്ക്ക് വയ്യ. അമ്മ ദൂതന്മാരെ പറഞ്ഞേക്കും, എന്റെ മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിനക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് വന്നു പോടാ എന്ന് അമ്മ പറയും. അലക്സാണ്ടർ പറയും, അമ്മേ, ഒരു രാജ്യം കൂടി. ഓരോ ദൂതന്മാരോടും പറഞ്ഞേക്കും, ഒരു രാജ്യം കൂടി മതിയാവുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം നമ്മുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പോരുന്ന പോക്കിലാണ് ആരോ ഒരാൾ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഡയോജനിസ് തൊട്ടടുത്തൊരു പുഴക്കരയിൽ കിടക്കുന്നുണ്ട്. അലക്സാണ്ടർ കുതിരയെ തിരിച്ചുവിട്ടു. പട മുന്നോട്ട് പോയി അലക്സാണ്ടർ കുതിരയെ തിരിച്ചുവിട്ടു. അവിടെ ചെല്ലുന്ന സമയത്ത് ഡയോജനിസ് സ്വസ്ഥമായിട്ടൊരു പുഴക്കരയിൽ കിടക്കുകയാണ്. എപ്പോഴും ഒരു പട്ടി ഉണ്ടാവും കൂടെ. ആ പട്ടിയും സുഖമായിട്ട് അവിടെ കിടക്കുന്നു. സൂര്യൻ ഉദിച്ചുയരുന്നു. പക്ഷെ അലക്സാണ്ടർ നോക്കുന്ന സമയത്ത് ആ സൂര്യനേക്കാൾ മുഴുവൻ തേജസ്സാണ്. അതിനേക്കാൾ എത്രയോ 1000 സൂര്യൻ ഉദിക്കുന്ന തേജസ്സോട് കൂടിയിട്ട് ഒരു മുഖഭാവവുമായിട്ട് ഡയോജനിസ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അലക്സാണ്ടർ ചെന്നു ഡയോജനിസിനെ തട്ടി വിളിച്ചു. ആദ്യത്തെ ചോദ്യം, എങ്ങനെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു താങ്കൾക്ക് എന്നായിരുന്നു. ഡയോജനിസ് ചോദിച്ചു, എങ്ങോട്ടായി പോണത്? അലക്സാണ്ടർ പറഞ്ഞു, രാജ്യം വെട്ടിപ്പിടിക്കാൻ. അതല്ല എന്റെ ചോദ്യം, എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത് എന്നാണ് എന്റെ ചോദ്യം. അപ്പോഴും ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾ പറഞ്ഞു, ഒരുപാട് രാജ്യങ്ങൾ ഞാൻ കീഴടക്കിയിട്ടുണ്ട്, ഈ ലോകം മുഴുവൻ എന്റെ കയ്യിലിട്ടെങ്ങനെ അമ്മാനമാടണം, ഇതാണ് എന്റെ സ്വപ്നം. ഡയോജനിസ് പറഞ്ഞു, വിട്, ഇതല്ല എന്റെ ചോദ്യം, എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? അപ്പൊ ഏകദേശം പിടികിട്ടി. അലക്സാണ്ടർ പറഞ്ഞു, ഇതെല്ലാം എന്റെ കൈക്കലാക്കിയിട്ട് വേണം താങ്കൾ ഉറങ്ങുന്നത് പോലെ സ്വസ്ഥമായിട്ട് എനിക്കൊന്ന് ഉറങ്ങുവാൻ എന്ന് പറഞ്ഞു. ഡയോജനിസ് പറഞ്ഞു, എന്റെ സുഹൃത്തെ, ഇതൊന്നുമില്ലാതെ ഞാനും എന്റെ പട്ടിയും സുഖമായിട്ട് ഇവിടെ ഉറങ്ങുന്നു. ഉറക്കം വരാത്ത ഒരു രാത്രി പോലും ഞങ്ങൾക്കില്ല. അലക്സാണ്ടർ ആലോചിച്ചു, ഉറക്കം വരാത്ത എത്ര രാത്രികളിലൂടെയാണ് താൻ കടന്നുപോയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടാര സദൃശമായ വീടാണ്. പുത്തും മരതകവും മാണിക്യവും പൊഴിയതും പതിച്ച കട്ടിലാണ്. പക്ഷെ അതിലൊക്കെ കിടന്നിട്ടും സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കാതെ എത്ര രാത്രികൾ. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒന്ന് ഉറങ്ങാൻ ഞാനും കൊതിക്കുന്നു. ഡയോജനിസ് പറഞ്ഞ ആ പട്ടിയോട്, ഒന്ന് മാറിക്കൊടുക്കടാ, അവിടെ കിടന്നോട്ടെ എന്ന്. അറിയാമോ, ഒരു ചക്രവർത്തിക്ക് കിടക്കുവാൻ ചൂണ്ടിക്കാണിച്ച സ്ഥലം, ഒരു പട്ടി കിടന്ന സ്ഥലം തകർന്നു പോയി അലക്സാണ്ടർ. അദ്ദേഹത്തിന്റെ ഈ ഡയോജനിസിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോ സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് അതിന്റെ വെളിച്ചം തട്ടി നിഴലിങ്ങനെ ഡയോജനിസിന്റെ മുകളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോ അവസാനമായിട്ട് അലക്സാണ്ടർ ചോദിച്ചു, താങ്കൾക്ക് ഞാൻ എന്താണ് തരേണ്ടത്? ഡയോജനിസ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, എന്റെ സൂര്യനെ മറക്കാതിരിക്കുക, ഞങ്ങളുടെ സൂര്യനെ മറക്കാതിരിക്കുക. താങ്കൾ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടുന്നത് എത്രയോ ആളുകളുടെ ശരീരത്തേക്ക് നിഴൽ വീഴ്ത്തിക്കൊണ്ടാണെന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും അറിയുക എന്ന് പറഞ്ഞതോടുകൂടി അലക്സാണ്ടർ തീർന്നു. രോഗം വന്നു, ന്യൂമോണിയ ബാധിച്ചു, തിരിച്ചു പോവാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കട്ടിലിൽ
മുത്തും മരതകവും മാണിക്യവും പവിഴവും പതിച്ച കട്ടിലിൽ ലോകത്തെ ഏറ്റവും വില കൂടിയ കൊട്ടാരത്തിൽ മരണത്തെ കാത്ത് അദ്ദേഹം കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റും ഡോക്ടർമാരുണ്ടായിരുന്നു. ഒരാൾ അദ്ദേഹത്തിന്റെ പൾസ് പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ 8 മണിക്കൂറിനുള്ളിൽ മരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, കവിളുകൾ വിറച്ചു, ചുണ്ടുകൾ വിറച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ കിടക്കുന്ന കട്ടിൽ തരാം, ഞാൻ കിടക്കുന്ന കൊട്ടാരം തരാം, ഞാൻ പിടിച്ചടക്കിയ രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരൊറ്റ അഭ്യർത്ഥന, എന്റെ അമ്മ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ അമ്മയെ ഒരു നോക്ക് എനിക്ക് കാണണം. അതുകൊണ്ട് എന്റെ മരണം 24 മണിക്കൂർ നേരത്തേക്കൊന്ന് നീട്ടിവെക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാമോ അലക്സാണ്ടർ അവസാനമായി പറഞ്ഞത് എന്താണെന്ന്? എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു. നാളെ നമ്മളെല്ലാം തിരിച്ചറിയാൻ പോകുന്ന മഹത്തായ വചനമാണിത്. എല്ലാം വെറുതെയായിരുന്നു. അദ്ദേഹത്തിന് അംഗരക്ഷകരെ വിളിച്ചതിന് ശേഷം പറഞ്ഞു, എന്റെ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് 2 കൈകളും പുറത്തേക്ക് തൂങ്ങിക്കിടക്കട്ടെ എന്ന്. അവർ ചോദിച്ചതിന്റെ സാങ്കത്യം എന്താണ്? അദ്ദേഹം പറഞ്ഞ സാങ്കത്യമുണ്ട്. ഈ ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും മരിച്ചു പോകുന്നത് ഒഴിഞ്ഞ കൈകളോടുകൂടിയാണെന്നുള്ളത് ഈ ലോകം കാണട്ടെ. അതിൽ നിന്നെങ്കിലും പുതിയ തലമുറ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ, പഠിപ്പിച്ചേ പറ്റൂ. നമ്മുടെ മക്കളെ മാനവികത പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതില്ലെങ്കിൽ ഒന്നുമില്ല. ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, എന്തുമാവട്ടെ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ E=mc² എന്ന് പറയുന്ന സൂത്രവാക്യം ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് നേരെ തിരിച്ചുപയോഗിച്ചത് ബോംബുണ്ടാക്കാനാണ്. ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം അവിടെയാണ് തുടങ്ങിയത്. റൂസ്വെൽറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് മെക്സിക്കോയിൽ കൊണ്ട് പരിശോധിച്ചു. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ഥലം ആളുകളെ കൊല്ലാനുള്ള പറ്റിയ സാധനമാണെന്ന് മനസ്സിലാക്കി. ആൽബർട്ട് ഐൻസ്റ്റീൻ റൂസ്വെൽറ്റിനെ കത്തയച്ചു. ഞാൻ ഉണ്ടാക്കിയ സൂത്രവാക്യം, എന്റെ സൂത്രവാക്യം E=mc² എന്ന് പറയുന്ന സാധനം മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ദയവായി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കാമെന്ന് പറഞ്ഞ് കത്തയച്ചു. ജപ്പാൻ അമേരിക്കയോട് അടിയറവ് പറഞ്ഞിട്ട് പോലും ഒരു ദിവസം കൊണ്ടുപോയി ബോംബിട്ടു. നാഗസാക്കിയിൽ, ഹിരോഷിമയിൽ. ഞാനവിടെ പോയിട്ടുണ്ട്. തകർന്നു പോകും നമ്മള്. കറുത്ത ചുവരിൽ, കറുത്ത പെയിന്റ് അടിച്ചുള്ള ചുമരില് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. കൈ അറ്റുപോയ ഒരു കുട്ടിയുടെ ചോറ്റുപാത്രത്തിന് നേരെ ഇങ്ങനെ ദാഹിച്ചു നിൽക്കുന്ന, ചിതറിക്കിടക്കുന്ന ചോറ്റുപാത്രത്തിന് നേരെ ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്ന ഒരു ചിത്രം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യനാണെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോ നമ്മൾ എന്തൊക്കെ ആവട്ടെ, നമ്മുടെ കുട്ടികൾ എന്തോ ആവട്ടെ, ആ കുട്ടികളെ നല്ല മനുഷ്യരായിട്ട് വളർത്തുക. മക്കളോടും ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം നെഞ്ചിൽ കൈവച്ച്, ഐ വാണ്ട് ടു ബി എ ഹ്യൂമൻ ബീയിങ് ഫസ്റ്റ് ഓഫ് ഓൾ. ദെൻ വാട്ട് എവർ യുവർ എന്താ പറയുക, ഇഷ്ടമുള്ള പ്രൊഫഷൻ നിങ്ങൾക്ക് വിളിച്ച് പറയാം.